റമദാൻ ഷരീഫിൻ്റെ 30 ദിനരാത്രങ്ങളും റഹ്മത്താണ്, മഗ്ഫിറത്താണ്, നരകമോചനമാണ്. അല്ലാതെ ആദ്യത്തെ 10 മാത്രം റഹ്മത്ത്, നടുവിലെ 10 മാത്രം മഗ്ഫിറത്ത്, അവസാനത്തെ 10 മാത്രം നരകമോചനം, ഇങ്ങനെ ഒരു നിയമം ഇല്ല. അങ്ങനെ ധരിക്കാനും പാടില്ല. 3 10 അവ്വലുഹു റഹ്മത്തുൻ വൗസത്തുഹു മഗ്ഫിറത്തുൻ വ ആഖിറുഹു ഇത്ഖു മിനന്നാർ എന്ന ഹദീസിൻ്റെ ബാഹ്യം പിടിച്ചിട്ട് അങ്ങനെ സാധാരണ ഒരു പറയലുണ്ടെന്ന് മാത്രം. അതേസമയത്ത് എല്ലാ ദിനരാത്രങ്ങളിലും നരകമോചനമുണ്ട്, മഗ്ഫിറത്തുണ്ട്, റഹ്മത്തുണ്ട്. അതാണ് വസ്തുത. അല്ലെങ്കിൽ നമ്മൾ റഹ്മത്തില്ലെങ്കിൽ ഈ ദുന്യാവിൽ നമ്മൾ ജീവിക്കാൻ കഴിയൂല. അപ്പോൾ എല്ലാ ദിനരാത്രങ്ങളും റഹ്മത്ത് ചോദിക്കണം, മഗ്ഫിറത്ത് തേടണം, നരകമോചനത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണം. അതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. തറാവീൻ്റെ ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ ഉസ്താദ്മാർ ക്രോഡീകരിച്ചതാണ്. ആ പ്രാർത്ഥനയിൽ പ്രത്യേകം പറയുന്നത് തന്നെ അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാൻ ഉത്തഖാ തുടങ്ങിയ പ്രാർത്ഥനയാണ്. തറാവീഹ് രാത്രിയായതുകൊണ്ട് റമളാനിലെ എല്ലാ രാത്രികളിലും നരകമോചനമുണ്ടല്ലോ. പകലുമുണ്ട് നരകമോചനം, രാത്രിയായപ്പോൾ അങ്ങനെ ദുആ ചെയ്യാന്ന് മാത്രം. അപ്പം റഹ്മത്തിൻ്റെ 10 ആദ്യത്തെ 10 കൂടി കഴിഞ്ഞു എന്ന ധാരണ തന്നെ പാടില്ല. അത് വലിയ അബദ്ധവും വലിയ തെറ്റുമാണ്. റഹ്മത്ത് ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ദുന്യാവ് ജീവിക്കാൻ കഴിയൂല. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അള്ളാഹു നരകമോചനം നൽകുന്ന വിഭാഗം, അതിലൊക്കെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.